Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള കേശവ പ്രഭു പറഞ്ഞൊരു പോയിന്റാണ്. സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ്. അപ്പം അതില് കേശവ പ്രഭു അദ്ദേഹം അന്ന് പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത്, ഒരു ടെമ്പിളിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു അന്ന് ഡ്രൈവിംഗ് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പ്രഭുപാദിനെ മോർണിംഗ് വാക്കിന് കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം ഡ്രൈവ് ചെയ്തൊരു ബീച്ചിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പം അവരുടെ ഫ്രാൻസിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് ബൊവൽഡേർണോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവരിരുന്നത്. പിന്നെ അവിടെ നിന്ന് സാന്റാ മോണിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകും, ബീച്ചിൽ നടക്കാനായിട്ട് പോകും. അപ്പോൾ ആ ഒരു ദിവസം എന്നിട്ട് പ്രഭുപാദ് ഓരോ മോർണിംഗ് വാക്കിൽ ഓരോരോ സംസാരങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ദിവസം പ്രഭുപാദിനോട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സ്ഥലത്തേക്ക്, ലാബെറ ടാർപിറ്റ്സ് എന്ന് പറഞ്ഞൊരു വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കേശവ പ്രഭു. അപ്പോൾ കാറിൽ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും, കേശവ പ്രഭുവും ഈ തല ഷേവ് ചെയ്തിട്ടുണ്ട്, പ്രഭുപാദും തല ഷേവ് ചെയ്തിട്ടുണ്ട്. കാറിൽ പോകുമ്പോഴത്തേന് ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്കിലെ ഒരു വ്യക്തി, അയാളും ഷേവ്ഡാണ് ഫുള്ള്. അപ്പോൾ പുള്ളി ഇവരെ ആ കാറിനകത്ത് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പം എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കാറിന്റെ കൂടെ അദ്ദേഹവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കേശവ പ്രഭുവിന് ഒരു ഭയമായി. കാരണം അതൊരു കണ്ടാലും ഫുള്ള് മുട്ടയടിച്ചൊരു ഭയങ്കര ടാറ്റു ഒക്കെ ഇട്ട് ഗുണ്ടെ പോലെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ ഇവര് കാറ് നിർത്തിയില്ല, ഇവര് കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ കൂടെ വന്നിട്ട് ജനലിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് അവര് ഈ സ്ഥലത്തെത്തി, ആ സ്ഥലത്തെത്തി കാർ അവിടെ പാർക്ക് ചെയ്തപ്പം ദൈവം കൂടെ വന്ന് സൈഡിൽ പാർക്ക് ചെയ്ത് നിന്നിട്ട് പ്രഭുപാദിനെ കണ്ട് അദ്ദേഹം ചോദിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ നടക്കാനായിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇന്റിമിഡേഷൻ ഫീലിംഗ് തോന്നി ഈ കേശവ പ്രഭുവിന്, ഇയാളെ ഇങ്ങനത്തുള്ള ആളാണെന്ന് അറിയാതെ. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്, യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞു, വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ നടന്നു. പ്രഭുപാദ് കടൽ തീരത്തൂടെ നടക്കുമ്പം പ്രഭുപാദ് ഡീപ്പായിട്ടുള്ള ഫിലോസഫിക്കൽ തത്വങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഈ കടലിന്റെ അടുത്തൂടെ നടന്നപ്പോഴത്തേന് എലമെന്റ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പ്രഭുപാദ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രഭുപാദ് കെയിൻ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ ഒരു കാര്യം പോയിന്റായിട്ട് ഇത് പറയും. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അദ്ദേഹം അങ്ങ് നിർത്തി, മറ്റേ കൂടെ വന്നയാളെ നിർത്തിയിട്ട് അയാൾ തിരിഞ്ഞങ്ങ് നടന്നു. പിന്നെ പ്രഭുപാദ് പക്ഷെ അത് മൈൻഡ് ചെയ്തില്ല. പ്രഭുപാദ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മോർണിംഗ് വാക്ക് കണ്ടിന്യൂ ചെയ്ത് നടന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതില് കേശവ പ്രഭു അതിനകത്ത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത്, പ്രഭുപാദിന് വ്യക്തമായി അറിയാമായിരുന്നു ആ വ്യക്തി എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് വന്നതെന്ന്. എന്നാൽ അദ്ദേഹം ആദ്യം വിചാരിച്ച് തല മുട്ടയടിച്ചുകൊണ്ട് എല്ലാവരും ഒരേ ഗ്രൂപ്പാണെന്ന് വിചാരിച്ചാണ് അവര് പ്രഭുപാദിന്റെ അടുത്ത് കമ്പനി ആവാനായിട്ട് വന്നത്. പക്ഷെ പ്രഭുപാദ് അതൊന്നും ഇത് വയ്ക്കാതെ അദ്ദേഹത്തിനെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുക ചെയ്ത്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക ചെയ്ത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഭക്തന്, കേശവ പ്രഭു പറയാണ്, ഒരു ഭക്തന് തന്റെ അടുത്ത് വരുന്നവരെല്ലാം ഈശ്വരനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഈശ്വരൻ വിട്ട വ്യക്തികളായിട്ട് അദ്ദേഹം അവരെ കാണുകയും അവരുടെ എത്രത്തോളം തന്റെ അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം അവർക്ക് ഈശ്വരാബോധം കൊടുക്കുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു കൺസേൺ. അത്രത്തോളം നിൽക്കുന്ന സമയത്ത് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, പിന്നെ അദ്ദേഹത്തിന്റെ കൺസേൺ അല്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് പ്രഭുപാദ് എല്ലാവരോടും ഇടപഴകുന്നത് എന്നുള്ള ഒരു കാര്യം അതിനകത്ത് കേശവ പ്രഭു തന്റെ സാക്ഷാത്കാരമായിട്ട് പറയും.